പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിയും കൃപയും ഇല്ലെങ്കിൽ ഈ ശുശ്രൂഷ ഒരിക്കലും ഇത്രമാത്രം വളരുകയില്ല എന്നുള്ള ഒരു കാര്യം, ഒരു സത്യം ഞാൻ മനസ്സിലാക്കി. അന്ന് മുതൽ എനിക്ക് വളരെ ഒരു ആഗ്രഹമായിരുന്നു കൂടുതലായിട്ട് ഷാലോമിൽ എന്തെങ്കിലും പ്രവർത്തിക്കണം. ഒരു പുതിയൊരു പെന്തക്കോസ്ത് അനുഭവം ഉണ്ടാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്നുള്ള ബെന്നി സാറിൻ്റെ ആ ക്ലാസ് അവനെ വേറെ സ്ട്രൈക്ക് ചെയ്തു. ഇനിയുള്ള ജീവിതം, എൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി ഇത്രയും നാളും എൻ്റെ കാര്യങ്ങളും ഈ ലോകത്തിലുള്ള എംപ്ലോയറിന് വേണ്ടി ജോലി ചെയ്യുന്നു, ഇനി മുതൽ എൻ്റെ എംപ്ലോയർ ഈശോയാണെന്നുള്ള വലിയൊരു തീരുമാനത്തോടു കൂടി ഞാൻ ഫുൾ ടൈമായിട്ട് ഷാലോമിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അതിന് പ്രകാരം ഞാനിപ്പോൾ ഷാലോമിലേക്ക് ദൈവം എന്നെ കൂട്ടിച്ചേർത്തതിന് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ്. ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ കരുതി വെക്കരുത്, അവിടെ കള്ളന്മാർ അത് മോഷ്ടിക്കും, തുരുമ്പെടുക്കും. പക്ഷെ നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കുക, അവിടെ കള്ളന്മാർ കയറുകയില്ല, തുരുമ്പെടുക്കുകയും ചെയ്യില്ല എന്ന്. അപ്പോൾ ഈ ഒരു വചനം എൻ്റെ ഹൃദയത്തിൽ ഒത്തിരിയേറെ സ്പർശിച്ചു. സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കണമെന്നുള്ള ആഗ്രഹവും ആത്മാക്കളെ നേടണമെന്നുള്ള ആഗ്രഹവുമാണ് എന്നെ ഷാലോമിൽ തുടരാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. വെറും ഒരു രോഗശാന്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതികമായ ഒരു കാര്യം കിട്ടിക്കഴിയുമ്പോൾ അതുകൊണ്ട് തീരുന്ന ഒരു മിഷനല്ല ഷാലോമിൻ്റെത് മനസ്സിലായി. ക്രിസ്ത്യാനികളായി ജനിച്ച് നമുക്കെല്ലാവർക്കും തന്നിരിക്കുന്ന മിഷൻ ഞാൻ വിശ്വസിക്കുന്നത് യേശുവിനെ പ്രഘോഷിക്കുക എന്ന് തന്നെയാണ്. ഐ തിങ്ക് അതുകൊണ്ടാണ് ഞാൻ ക്രിസ്തു കുടുംബത്തിൽ ജനിച്ചതെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ദൈവമായിട്ടൊരു ബിസിനസ് ഡീലിനപ്പുറത്ത് അല്ലെങ്കിൽ നമുക്കൊരു വെറുതെ ഒരു ആശ്വാസം കിട്ടി അവിടെ കൊണ്ട് തീരുന്നതല്ല, നമ്മുടെ വിളി വേറെയാണ്. അത് വ്യക്തമായിട്ട് പ്രഘോഷിക്കുന്നത് ഞാൻ ഈ കാലഘട്ടത്തിലുള്ള ഷാലോം മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഷാലോമിനെ വിളിച്ചിരിക്കുന്നത് സാത്താൻ തന്റെ പിടിയിൽ അമർത്തിയിരിക്കുന്ന മീനുകളെ കർത്താവിന് വേണ്ടി സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ശുശ്രൂഷയുടെ തുടക്കത്തിൽ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. വിഘടനവാദം, പ്രൈസ് ദി ലോർഡ്, അത് വളരെ വളരെ ശക്തമായിട്ട് കാണുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും. പരിശുദ്ധാത്മാവിനെ അത് വേദനിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കണ്ടിട്ടുണ്ട് ഗ്രൂപ്പിൻ്റെ അകത്തിരുന്ന് നെഞ്ചത്തടിച്ചാണ് കരയുന്നത്. ആത്മാക്കളെ തരിക, റിബ് തന്നെ പൊട്ടിപ്പോന്ന് ഇട്ടിയായിട്ടിരിക്കുന്നത്. ആത്മാക്കളെ തരിക, അല്ലേ ഞാൻ ചാകും. വേറെ ആരെങ്കിലും ആത്മാക്കളെ നേടുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതെന്ത് സ്പിരിറ്റാണ് പ്രിയപ്പെട്ടവരെ? ഇതെന്ത് സ്പിരിറ്റാണിത്? ഹോളി സ്പിരിറ്റ് അല്ല. നിങ്ങൾക്ക് രാഷ്ട്രീയക്കാരുടെ ഏതോ ഒരു സ്പിരിറ്റാണ് മറ്റത്ത് ഇടിച്ചത്. അത് കേൾക്കുമ്പോൾ ഭക്തിയാണെന്ന് തോന്നും, പക്ഷെ അത് കർത്താവിൽ നിന്നല്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കലും അല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിചാരിക്കരുത് 700 കോടി ആത്മാക്കളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഷാലോമിനെ മാത്രമാണ് ദൈവം വച്ചിരിക്കുന്നത്. അങ്ങനെ ആരും ഇവിടെ വിചാരിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. കേരളം പോലും വിചാരിച്ചിട്ട് നടന്നിട്ടില്ല ഇവാഞ്ചലിസം. പിന്നല്ലേ നമ്മൾ മാത്രം വിചാരിച്ച ലോകത്തിൽ 700 കോടി ഗ്ലോബ് മൊത്തം പിടിക്കാൻ പോകുന്നത്. ബാക്കിയുള്ളവർ ചെയ്യട്ടെ, അവരെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കും. ചെത്തിപ്പറ പ്രൈസ് ദി ലോർഡ്. അറ്റ്ലീസ്റ്റ് സപ്പോർട്ട് ചെയ്തില്ലേലും തടയരുത്. ചേർന്ന് പറ ഹല്ലേലൂയ. ചെത്തിപ്പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചുകൂടെ ഇതൊന്ന് വിശാലായിട്ടൊക്കെ കാണാൻ പഠിക്കും. പ്രൈസ് ദി ലോർഡ്. ഈശോയ്ക്ക് നമ്മൾ മാത്രമല്ല, ഒത്തിരി മക്കളുള്ളൊരു അപ്പനാ. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു ഇടുങ്ങിയ ഒരു സാധനത്തിൻ്റെ അകത്ത് ഇരിക്കരുത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പല രാജ്യങ്ങളിലും ഞാനിത് കാണുന്നുണ്ട്. സംസാരിക്കല്ല പള്ളി വെച്ച്. ഇന്നലെ വരെ സീറോ മലബാർ മലയാളം കുർബാനയ്ക്ക് വന്നോണ്ടിരുന്നവരാണ്. ഇപ്പൊ ഞാൻ സഹിയോൻ, ഇപ്പൊ നീ ഷാലോം. കണ്ട ഉടനെ രണ്ടുപേരും 2 കാറിലങ്ങ് മിണ്ടാതെ. എന്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സംഭവിച്ചത്? ഇന്നലെ വരെ കുർബാന കഴിഞ്ഞ് ഇറങ്ങി സംസാരിച്ചുകൊണ്ടിരുന്ന നമുക്ക് എവിടെ വെച്ചാണ് ഈ വിഭജനം കൊണ്ടുവരാനാണോ കർത്താവ് നമുക്ക് ശുശ്രൂഷകൾ ഈ ലോകത്തേക്ക് കൊണ്ടുതന്നിരിക്കുന്നതാണോ? അതിന് നമ്മുടെ കൂടെ നിന്ന് ഒരുത്തൻ അപ്പുറത്തൊട്ടെങ്ങാനും പോയെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും അവനെ പിന്നെ കൊച്ചിന്റെ ആദ്യ കുർബാനയ്ക്ക് വിളിക്കുകയല്ല. എന്ത് ആത്മാവാണ് നമുക്ക് വന്നിരിക്കുന്നത്? ഞാൻ യേശുവിൻ്റെത് മാത്രമാണ്, വേറെ ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതെന്നും യേശുവിൻ്റെത് മാത്രം. ചെത്തിപ്പറ ഹല്ലേലൂയ. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവനെ ടേസ്റ്റ് ചെയ്തു, ഞാൻ അവനെ അനുഭവിച്ചു കൃപയാൽ. പ്രൈസ് ദി ലോർഡ്. രുചിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇത് പുസ്തകത്തിൽ നിന്ന് ചുമ്മാ വായിച്ച് പറഞ്ഞല്ല, രുചിച്ചിട്ട് പറഞ്ഞു തരുന്ന നിങ്ങൾക്ക്. ഹല്ലേലൂയ. രുചിച്ചു. മാധുര്യവാ. തേനിലും മധുരമായി, തേനിലും മധുരമായി യേശു ക്രിസ്തു
മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. ഉറ്റവരെല്ലാരും തള്ളിക്കളഞ്ഞാലും, സ്നേഹിതരെല്ലാരും മാറിയിടിലും, പെറ്റമ്മ മറന്നാലും മറക്കാത്തവൻ, എന്നെന്നും സ്നേഹമായി കൂട്ടിനുള്ളവൻ. തേനിലും മധുരമായി, തേനിലും മധുരമായി യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. ഹല്ലേലൂയ. ചുറ്റി പറഞ്ഞ ഹല്ലേലൂയ. ഈശോയുടെ സന്തോഷവും സ്നേഹവും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്ത് പേരിട്ടാലും യേശുവിന്റെ സ്നേഹമാണ് ക്രിസ്ത്യാനിറ്റി. പ്രൈസ് ദി ലോർഡ്. അതിനപ്പുറത്തോട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. ഒന്നുമില്ല. ഹല്ലേലൂയ. സ്നേഹം ഒഴുകണം. എനിക്കൊരു കൊച്ചു ക്ലിനിക്കുണ്ട്. അവിടുത്തെ നേഴ്സ് ഹിന്ദുവാണ്, നാഗമ്മ എന്നാണ് പേര്. സ്നേഹിച്ച് ഞങ്ങൾ ക്രിസ്ത്യാനിയാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. സ്നേഹം ചുമ്മാ സ്നേഹിച്ചതേ ഉള്ളൂ. സ്നേഹിച്ചു. പച്ചയ്ക്ക് പറഞ്ഞ സുവിശേഷം പോലും ഡയറക്റ്റ് പറയേണ്ടി വന്നില്ല. അതിനു മുമ്പേ ആളിങ്ങി വന്നു. ചൊത്തി പറ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഓക്കെ മക്കളെ, ഇങ്ങോട്ട് നോക്കാം, നമുക്ക് ദൈവത്തിന്റെ വചനം കേൾക്കാം. നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് ഇതാണ്: 4 dispensations of the Holy Spirit. ശ്രദ്ധിച്ചിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ 4 ഡിസ്പെൻസേഷനുകൾ ദൈവവചനം നമുക്ക് കാണിച്ചു തരുന്നു. ഹല്ലേലൂയ. ശ്രദ്ധയോടെ ഇരിക്കണം. അതിൻ്റെ അകത്ത് തിയറിയേക്കാൾ ഉപരിയായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി, ഫുൾനെസ്സിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി, കത്തലിനു വേണ്ടി, ദൈവം നമ്മിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവം ഉണ്ടാകാൻ വേണ്ടി, തീ കൊണ്ടു നടക്കുന്ന ഒരു പെട്രോൾ ടാങ്കറായി തീരുന്നതിന് വേണ്ടി. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ കാണാം ഹൈലി ഇൻഫ്ലമബിൾ എന്ന് എഴുതിയിരിക്കുന്ന പെട്രോൾ ടാങ്കറുകൾ നമ്മുടെ ലോറിക്ക്, നമ്മുടെ ബസ്സിൻ്റെയൊക്കെ കാറിൻ്റെയൊക്കെ മുമ്പിൽ കൂടെ ഹൈലി ഇൻഫ്ലമബിൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതെപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കുക. ഹൈലി ഇൻഫ്ലമബിൾ ആണ്. ഇതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ പുറത്ത് എഴുതണം: ഹൈലി ഇൻഫ്ലമബിൾ ഷാലോം സോൾജിയർ. പരിശുദ്ധാത്മാവിൻ്റെ പെട്രോള് നിറഞ്ഞു നിൽക്കുന്ന ഷാലോമിന്റെ ഒരു പട്ടാളക്കാരൻ, ഒരു പട്ടാളക്കാരി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. മറ്റ് ടാങ്കർ ലോറികളുമായിട്ട് ഈ ടാങ്കർ ലോറിക്ക് ഒരു വ്യത്യാസമുണ്ട്. ഗോതമ്പ് മരിയും കൊണ്ടുപോകുന്ന ടാങ്കർ ലോറികളിൽ ഹൈലി ഇൻഫ്ലമബിൾ എന്ന് എഴുതി വെക്കേണ്ട കാര്യമില്ല, കുഴപ്പമില്ല. പക്ഷെ ഈ ടാങ്കർ ലോറിയുടെ അടുത്ത് പെട്രോൾ ആയതുകൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ് ഹൈലി ഇൻഫ്ലമബിൾ. യു ആർ ഡിഫറെന്റ് മൈ ഡിയർ സിസ്റ്റർ. You are different, my dear brother. You are anointed. You are anointed. You are anointed by the Holy Spirit. You are anointed by the Holy Spirit. You have eternal life in you. You are a totally different person. You are anointed, marked by the blood, separated by the Holy Spirit, and anointed by the Holy Spirit to live for Jesus and to glorify him in this world. കൈയടിച്ച് കർത്താവിന് ഒന്ന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. തിരിച്ചറിയണം, ഞാൻ തിരിച്ചറിയണം ഞാൻ ആരാണ്. ഹല്ലേലൂയ. പോരാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാവോ, ആനയ്ക്ക് ആനയുടെ ശക്തി അറിയത്തില്ല. അതാണ് ആനയുടെ കുഴപ്പം. ആനയെ ആദ്യം പിടിച്ചിട്ട് ചെയ്യുന്നത് തൊടലുകൊണ്ട് കഴുത്തിൽ കെട്ടിയിട്ട് ഒരു കോൺക്രീറ്റ് തൂണിൻ്റെ അകത്ത് ആനയെ പിടിച്ച് കെട്ടിയിടും. ആന വലിച്ചു 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 ഒരാഴ്ച വലിക്കും, കഴുത്തൊക്കെ പൊട്ടും. ആന അവസാനം തന്നെത്താൻ പറയും, ഒരിക്കലും എന്നെ കൊണ്ട് പറ്റത്തില്ല. ആന വലിക്കുന്ന നിർത്തും. അപ്പോൾ അവർ കോൺക്രീറ്റ് തൂണിൻ്റെ അകത്ത് നിന്ന് ഈ ചങ്ങല അഴിച്ച് ഒരു സാധാരണ മരക്കുറ്റിയിൽ കെട്ടും. ആന വലിക്കത്തില്ല. ആന വിചാരിക്കുന്നത് കോൺക്രീറ്റ് ആണ്. ഒരാഴ്ച ഇട്ടതിന് ശേഷം ആ മരക്കുറ്റിയിൽ നിന്ന് എടുത്ത് ഈർക്കിൽ പോലിരിക്കുന്ന പാപ്പാന്റെ കയ്യിലിരിക്കുന്ന വടിയുടെ അറ്റത്ത് കെട്ടും. എന്നിട്ട് ഈർക്കിൽ പോലിരിക്കുന്ന പാപ്പാൻ ഈ ആനയും കൊണ്ട് നടക്കുകയാണ്. ആന വലിക്കത്തില്ല. ആന വിചാരിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് തൂണാണ് നടന്നു വരുന്നത്. അതുകൊണ്ട് ആന ഒരിക്കലും വലിക്കത്തില്ല. 1 യോഹന്നാൻ 4:4 നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ്. തിരിച്ചറിഞ്ഞിട്ടുണ്ട്. The one who is inside me, inside you, is greater than the one who is outside. The one who is inside me. രാവിലെ കണ്ണാടി നോക്കി മുഖം കഴുകി മുടി ചീക്കൊണ്ടിരിക്കുമ്പം കണ്ണാടി നോക്കിയിട്ട് പറയണം, എൻ്റെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ്. The one who is inside me is greater than the one who is outside. എൻ്റെ ഉള്ളിലുള്ള ദൈവം പുറമേ ഉള്ള എല്ലാ പിശാചുക്കളെക്കാളും ശക്തനാണ്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ.
ഈ 4-ാം ദിവസമായിട്ടും ചിലരൊക്കെ ഉറക്കം തൂങ്ങിയിരിക്കുക. നിങ്ങൾക്ക് ജെറ്റ്ലാഗ് മാറാത്താണോ? ഉച്ചത്തി പറഞ്ഞ ഹല്ലേലൂയ. നമ്മുടെ ഒരു സന്തോഷമൊക്കെ വേണ്ടേ? ചിലരോട് ഞാൻ ചോദിക്കും, എന്താ ചേച്ചി ഇത്ര ദുഃഖം? ഞാൻ വ്യാകുല മാതാവിന്റെ ഫാനാണ് ഡോക്ടറെ. അതെ, മാതാവ് ഇങ്ങനെയാ പറഞ്ഞത്, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ വ്യാകുലപ്പെടുന്നു. അതെ അതെ, അങ്ങനെ ആയിരുന്നു മാതാവ് എപ്പോഴും. മാതാവ് എപ്പോഴും മോന്തയും വീർപ്പിച്ച് വെച്ചാൽ നടന്നത്. മാതാവ് എപ്പോഴും അങ്ങനെ. ഔസേപ്പിതാവ്, ഒരു ചായ തരുമോ? ഈശോ പറയും, അമ്മേ വിശക്കുന്നു. കാര്യം വ്യാകുല മാതാവല്ലേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും. വ്യാകുലപ്പെട്ടത്, നിന്റെ ഹൃദയത്തിൽ വാൾ ഉണ്ടെന്നല്ല, വാൾ കടക്കും. കുരിശിൻ ചുവട്ടിൽ അവൾ കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായും അമ്മയും പോലെ വാള് കടന്നു. വ്യാകുലമായിരുന്നു. അവിടെ ചിരിക്കാൻ പറ്റുകയല്ല പ്രിയപ്പെട്ട, ബ്ലഡാണ്. ഹല്ലേലൂയ. അല്ലാത്തപ്പോഴെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്, ഉയർത്തെഴുന്നേറ്റ് എല്ലാവരും ഓടുമ്പോൾ കല്ലറയിലേക്ക് പോലും അമ്മ ഓടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അമ്മയ്ക്കറിയാം മോൻ എന്നെ വന്ന് കാണും. ഹല്ലേലൂയ. അവൻ ഉയർക്കും. അവൻ ആരാണെന്ന് എല്ലാവരെയൊക്കെ കൂടുതൽ അറിയാവുന്ന ആളാ. അതുകൊണ്ട് ഒരു കല്ലറയിലും പോയി തുണിയൊന്നും എടുത്ത് നോക്കേണ്ട കാര്യം അമ്മയ്ക്കില്ല, തെളിവ് നോക്കേണ്ട കാര്യം അമ്മയ്ക്കില്ല. മോനെ, അവൻ എന്നെ കാണാൻ വരും. ചേർന്ന് പറ പ്രൈസ് ദി ലോർഡ്. ഓക്കെ ദൈവമക്കളെ, ഇങ്ങോട്ട് നോക്ക്. ദ ഫസ്റ്റ് ഡിസ്പെൻസേഷൻ എന്ന് പറയുന്നത് പേട്രിയാർക്കൽ ഡിസ്പെൻസേഷൻ ആണ്. നിങ്ങൾ തിയറി ഒന്നും കേട്ട് പേടിക്കണ്ട. എന്ന് പറഞ്ഞാൽ ദൈവം ആദ്യമായിട്ട് മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ദൈവം മലയുടെ മുകളിൽ പ്രത്യക്ഷപ്പെടും. മലയുടെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവം സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ബാക്കി എല്ലാവരും ഇങ്ങനെ കൈയൊക്കെ കൂപ്പി നിന്ന് ഇങ്ങനെ ദൂരെ നിൽക്കുന്ന ഒരു ദൈവത്തെ നോക്കി വിറച്ച്, ഇടിവെട്ടും പേമാരിയും മിന്നലുകളും ഭൂമി കുലുക്കവും പർവ്വതം കുലുങ്ങുന്നതും എല്ലാം കൂടെ കണ്ട് ദൂരെ നിൽക്കുന്ന ഈ ദൈവത്തെ മനുഷ്യർ ഭയഭക്തിയോടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒന്നാമത്തെ ഡിസ്പെൻസേഷൻ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം ദൂരെ നിൽക്കുന്നു, മനുഷ്യൻ അകലെയായി നിൽക്കുന്നു. ശ്രദ്ധിക്കണം, ദൈവം ദൂരെ നിൽക്കുന്നു, മനുഷ്യൻ അകലെയായി നിൽക്കുന്നു. രണ്ടാമത്തെ ഡിസ്പെൻസേഷനിൽ ഇതാ ദൈവം പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും മനുഷ്യന്റെ കൂടെ നടക്കുന്നു. ശ്രദ്ധിക്കണം, മനുഷ്യന്റെ കൂടെ നടക്കുന്നു. ഉള്ളിൽ കയറുന്നില്ല, കൂടെ നടക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ഉള്ളിൽ കയറുന്നില്ല, കൂടെ നടക്കുന്നു. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ്. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ്. പക്ഷെ ഉള്ളിൽ കയറുന്നില്ല. അവിടെ ഒരു കുഞ്ഞാടിനെ കൊല്ലണം, രക്തം തളിക്കണം, രക്തം നമ്മുടെ പുറത്ത് വരണം. അപ്പൊ ദൈവം നമ്മുടെ കൂടെ നടക്കുന്നു. ഞാനിന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു. സങ്കീർത്തനം 16:8 കർത്താവ് തന്നു. നിങ്ങൾ എഴുതണ്ട, അതിൽ ഇങ്ങനെ പറയുന്നു, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്, അവിടെ നിന്ന് എൻ്റെ വലതുവശത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അല്ലേ? പക്ഷെ കുലുങ്ങി. ബത്സേബയെ കണ്ടപ്പോ കുലുങ്ങി. കർത്താവിന്റെ വലതുവശത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങത്തില്ല. വലതുവശത്തുണ്ടായ പോരാ ദാവീദേ, അതാ ദൈവം പറയുന്നത്. ചേർന്ന് പറ ഹല്ലേലൂയ. നീ ബത്ശേബയെ കാണുമ്പോൾ കുലുങ്ങാതിരിക്കണമെങ്കിൽ കർത്താവ് നിനക്ക് വലതുവശത്തുണ്ടായ പോരാ. ചേർന്ന് പറ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. കർത്താവിന്റെ കൺമുൻപിലുണ്ട്, അവിടെ നിന്റെ വലതുവശത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങത്തില്ല. ഒരു കുളിസീൻ കണ്ടപ്പോ കുലുങ്ങി. കർത്താവ് വലതുവശത്തുള്ളത് കൊണ്ട് മാത്രം നമുക്ക് രക്ഷയില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് അരുളിക്കായിടകത്തിരുന്നത് കൊണ്ട് മാത്രം നമുക്ക് രക്ഷയില്ല. ചേർന്ന് പറ ഹല്ലേലൂയ. പോരാ ഹല്ലേലൂയ. നിങ്ങൾ ഞെട്ടിപ്പോകുന്ന ഒത്തിരി കാര്യമുണ്ട് ഈ കർത്താവ് കൂടെ നടന്നവർ കാണിച്ചിരിക്കുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തില് ഏലിയാ പ്രവാചകനെ വിളിക്കാനായിട്ട് രാജാവ് 500 പേരെ പറഞ്ഞു വിടുകയാണ്. 500 പേരെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, കൊട്ടാരത്തിലേക്ക് ഒന്ന് വരണം. പുള്ളി എന്തിയെന്നറിയാവോ? എടുത്തടിക്ക് തന്നെ പുള്ളി ആകാശത്തേക്ക് കൈപൊക്കിയിട്ട് പറഞ്ഞു, ചാരമായി പോകട്ടെ. 500 പേരും ചാരമായി പോയി. അത് കഴിഞ്ഞ് വീണ്ടും രാജാവ് 500 പേരെ വിട്ടു. ഒന്ന് കൊട്ടാരം വരെ വരുവോ? ചാരമായി പോട്ടെ, ഫയർ. 500 പേരും ചാരമായി പോയി. 3-ാമത് വന്നവർ ഇത് അറിഞ്ഞിട്ടാണ് വന്നത്. 1000 പേരെ പുള്ളി തട്ടി. 3-ാമത് വന്ന 500 പേരെന്താണെന്നറിയാവോ? വന്ന പാടെ, മഹാപ്രഭോ, ഏലിയാടെ മുമ്പിൽ മുട്ടുമേ നിൽക്കുക. എല്ലാം മുട്ടക്കുത്തി നിൽക്കാണ്, നേരെ പോലും നിൽക്കുന്നില്ല. പുള്ളി ഇങ്ങനെ എല്ലാവരും മുട്ടക്കുത്തി നിന്നിട്ട് പറയാ, മഹാപ്രഭോ കരുണയായിരിക്കണം. ഉടനെ ദൈവം ശാന്തമായിട്ട് പറയടാ, അവരുടെ കൂടെ പോടാ. പ്രിയപ്പെട്ട, ഇയാൾ ആദ്യമേ ഇച്ചിരി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത് കേൾക്കത്തില്ലായിരുന്നു. ചുറ്റി പറഞ്ഞ ഹല്ലേലൂയ. ഈ 1000 പേരെ കൊല്ലേണ്ട വല്ല കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അത് ആര് കേൾക്കാൻ, ആര് ശ്രദ്ധിക്കാൻ, ആര് ദൈവത്തെ നോക്കാൻ? വന്ന പാടെ ഫയർ. 500 പേരും തീർന്നു. അടുത്ത 500 പേരെ തീർന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ദൈവം മര്യാദയ്ക്ക് പറഞ്ഞു, നീ പോ, കൊട്ടാരം വരെ പോ, പ്രശ്നമൊന്നുമില്ല. 1000 പേര് ഇതിനകം മരിച്ചു കഴിഞ്ഞു. ദൈവം കൂടെ നടന്നു, പക്ഷേ ദൈവം ഉള്ളിലില്ലാത്തത് കൊണ്ട്
1000 പേരെ കൊന്നിട്ടും യാതൊരു ഒളിപ്പുമില്ലാതെ പോകുന്ന പ്രവാചകനായ ഏലിയ. അടുത്ത നിങ്ങൾ ഞെട്ടിപ്പോകും. ഇതിന്റെ ഇരട്ടിപ്പങ്ക് അഭിഷേകം കിട്ടിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഏലീഷ. പ്രിയപ്പെട്ട 2 രാജാക്കന്മാർ 2-ാമത്തെ അധ്യായത്തിന്റെ 21 മുതൽ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. കുറച്ച് പിള്ളേർ ഇയാളെ കണ്ടപ്പോ കഷണ്ടി തലയാ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കഷണ്ടി ഉള്ളവരെ കഷണ്ടി എന്ന് പിള്ളേർ വിളിച്ചാൽ നിങ്ങൾ ദേഷ്യപ്പെടുവോ? ഇവിടെ ഇരിക്കുന്ന ഒരു ചേട്ടനും ദേഷ്യപ്പെടത്തില്ല. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. എനിക്ക് ഉറപ്പ് ഇവിടെ കഷണ്ടി എന്ന് വിളിച്ച ആരെങ്കിലും ദേഷ്യപ്പെടും. പിള്ളേരോട് പ്രത്യേകിച്ച് ഭാര്യ പറയണ ചിലപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. നിനക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ കാണാൻ വന്നപ്പോൾ നീക്കൊന്ന് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ. പക്ഷെ പിള്ളേർ പറഞ്ഞ ആരെങ്കിലും പറയൂ? ഒന്നും പറയല്ല. ഏലീഷ എന്ത് ചെയ്യുമെന്നറിയാവോ? കഷണ്ടി എന്ന് വിളിച്ചതിന് കാട്ടിൽ നിന്നും 4 പെൺകരടികളെ വിളിച്ചു വരുത്തി ഈ ബാലന്മാരെ മുഴുവൻ പിച്ചി ചീന്തി കൊന്നുകളയിച്ചു. നിങ്ങളെ ഞാൻ കൊണ്ടുവരുന്നത് ആത്മാവിന്റെ നിറവിന്റെ ഡിസ്പെൻസേഷന്റെ തലത്തിലേക്കാണ്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുമ്പോഴും സ്നേഹിക്കാൻ അറിയാതെ ജീവിച്ച പ്രവാചകന്മാർ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുക. ഞാൻ ആദ്യം പ്രാർത്ഥനയ്ക്ക് തുടങ്ങി വെച്ചത്, എല്ലാത്തിനും വേണ്ടി ഓടുമ്പോഴും സ്നേഹമില്ലാത്ത മണ്ടത്തിലെത്തിച്ച് നമ്മൾ ചാടരുത്. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. കഷണ്ടി എന്ന് വിളിച്ചതുപോലെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇവർക്കൊക്കെ എന്ത് യോഗ്യതയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുവാൻ. ചേർന്ന് പറ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ വ്യക്തമായിട്ട് പഠിപ്പിച്ചത്, പഴയ നിയമത്തിൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല, എങ്കിലും പുതിയ നിയമത്തിലെ ഏറ്റവും ചെറിയവൻ പോലും യോഹന്നാനേക്കാളും വലിയവനാണ്. കാരണം യോഹന്നാന്റെ കൂടെ ദൈവം നടന്നു, യോഹന്നാന്റെ ഉള്ളിൽ ദൈവം കേറിയില്ല. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. നന്നായിട്ട് പറ ഹല്ലേലൂയ. ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ പരിശുദ്ധാത്മാവുമായിട്ട് നല്ലൊരു കണക്ഷൻ, നല്ലൊരു ബന്ധം, നല്ലൊരു സ്നേഹബന്ധം. പാപത്തെ എൻ്റെ അടുത്ത് 2-3 പേര് ഈ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് എന്നെ കണ്ട് വഴി വെച്ച് പറഞ്ഞു, ഡോക്ടറെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. 2-3 അല്ല, അതിൽ കൂടുതൽ പേര് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. അത് ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഒട്ടും വിഷമിക്കരുത്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ സത്യസന്ധതയെ ദൈവം മാനിക്കുകയും ചെയ്യുന്നു. ചേർന്ന് പറ ഹല്ലേലൂയ. അതെങ്ങനെയാണെന്ന് ഞാൻ ഇതിൻ്റെ അടുത്ത് പറഞ്ഞു തരാൻ പോവാണ്. പ്രൈസ് ദി ലോർഡ്. അത് സംഭവിക്കും, വിശുദ്ധി ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറ ഹല്ലേലൂയ. 4 പേരൊക്കെ ഇത് പറയാന്ന് പറഞ്ഞാലേ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ പറയാത്ത എത്ര പേരിൻ്റെ ഒത്തിരിപ്പുണ്ട്. ഇപ്പൊ ചിലർ വിചാരിക്കും, അയ്യോ ബ്രദറിനോടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ ബ്രദർ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഡിസ്പെൻസേഷൻ പഴയ നിയമത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുകയാണ്. കഷണ്ടി എന്ന് വിളിച്ചതിന് കരടിയെ വിളിച്ച് ആക്രമിക്കുന്ന എലീഷ, 1000 പട്ടാളക്കാരെ ഒരു ദാക്ഷിണ്യമില്ലാതെ ആകാശത്ത് നിന്ന് തീയിറക്കുന്ന ഏലിയ പ്രവാചകനെയും നമ്മൾ പഴയ നിയമത്തിന്റെ പുസ്തകത്തിൽ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം അവരുടെ എല്ലാം കൂടെ ഉണ്ടായിരുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷെ അവർക്കാർക്കും പാപത്തെ പരാജയപ്പെടുത്താനായിട്ട് പറ്റിയില്ല. ഹല്ലേലൂയ. സാംസൺ വലിയ അത്ഭുതം ചെയ്യുന്നു. രാത്രി പുള്ളിയെ തപ്പിച്ചെല്ലുമ്പോൾ പുള്ളി വേശ്യയുടെ മടി കിടന്നുറങ്ങാണ്. പകല് പുള്ളി ഇടിവെട്ട് പരിപാടി, പ്രസംഗം, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീൽചെയറിൽ എഴുന്നേൽപ്പിക്കുന്നു, അന്തർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, പടപടപടപട. രാത്രി എന്തേ പുള്ളി വേശ്യയുടെ വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നല്ല ഉറക്കത്തിലാണ്. രാവിലെ ആകുമ്പോൾ പുള്ളി അവിടെ നിന്ന് വരുന്നതായിരിക്കും. നമുക്ക് ബൈബിളിൽ കാണാം, പലപ്പോഴും അദ്ദേഹത്തെ തേടി ചെല്ലുമ്പോൾ അദ്ദേഹം പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ വീട്ടിലാണ് കിടന്നുറങ്ങുന്നത്. ഞാൻ ഈ പറയുന്നത് കള്ളമല്ല എന്ന് ബൈബിൾ വായിച്ചിട്ടുള്ള നിങ്ങൾക്കറിയാം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 4-ാമത്തെ പെണ്ണിന്റെ പക്കൽ ചെല്ലുമ്പോഴാണ് അദ്ദേഹം പിടികൂടിപ്പെടുന്നത്. 3 സ്ഥലത്ത് ദൈവം അദ്ദേഹത്തോട് വലിയ കരുണ കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങോട്ട് പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. കരമുയർത്തി ഈശോ എന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ. പരിശുദ്ധൻ 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 പരിശുദ്ധൻ. അഭിഷേകം വ്യാപരിക്കട്ടെ, അഭിഷേകം നിറയട്ടെ. അനോയിന്റിങ് വ്യാപരിക്കട്ടെ, അനോയിന്റിങ് നിറയട്ടെ, അനോയിന്റിങ് നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. വചനം 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 വചനം. ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. പഴയ നിയമത്തിൽ എന്തുകൊണ്ടാണ് കൂടെ നടന്ന ദൈവത്തിന് അകത്ത് കയറാൻ പറ്റാതിരുന്നത് എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് ദൈവം അകത്ത് കയറിയില്ല, എന്തുകൊണ്ട് ദൈവം കൂടെ നടന്നു? ഒറ്റ കാര്യമേ ഉള്ളൂ, മനുഷ്യന്റെ പാപത്തിന് അന്നുവരെ പരിഹാരം ചെയ്തിട്ടില്ല. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. മനുഷ്യന്റെ പാപം പരിഹരിക്കപ്പെടാത്തത് കൊണ്ട് അവന്റെ അകത്ത് കയറി വസിക്കാൻ ദൈവത്തിന് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ദൈവം ഒന്ന് ആലയം പണിയാൻ പണിച്ചത്. ഇനി നിങ്ങൾ എല്ലാവരും കൂടെ നോക്കിയേ,
അവിടെ വലിയൊരു കേർട്ടൺ ഉണ്ട്, വലിയൊരു തിരശീലയുണ്ട്. ആ തിരശീലടകത്ത് എന്നെയും നിങ്ങളെയും പോലത്തെ ആൾക്കാർക്ക് ഒരിക്കലും കയറാൻ പറ്റത്തില്ല. സാധാരണ പുരോഹിതന് പോലും കയറാൻ പറ്റത്തില്ല. പ്രധാന പുരോഹിതന് മാത്രം വർഷത്തിൽ ഒരിക്കൽ ആടിന്റെ രക്തവുമായിട്ട് ആ കേർട്ടൻ്റെ അകത്ത് പോകാനായിട്ട് പറ്റും. അങ്ങേരെങ്ങാനും അവിടെ വെച്ച് മരിച്ചാൽ ഡെഡ് ബോഡി പോലും അകത്ത് കയറി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് കാലിൽ ഒരു കയറ് കെട്ടിയിട്ടാണ് അദ്ദേഹത്തെ അകത്തോട്ട് വിട്ടുകൊണ്ടിരുന്നത്. അതായത് അദ്ദേഹം മരിച്ചാൽ കയറെ പിടിച്ച് വലിച്ച് താഴെ എടുക്കും. നീ ഇങ്ങോട്ട് നോക്കിയ പ്രിയപ്പെട്ടവരെ, അവിടെയാണ് കർത്താവിന്റെ സാന്നിധ്യം ഇരുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് ആർക്കും കയറാൻ പറ്റത്തില്ല. ഈശോയുടെ കുരിശു മരണം നടക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാഴ്ച കാണും. ഈ ദേവാലയത്തിലെ കർട്ടൻ, തിരശീല മുകൾ മുതൽ താഴെ വരെ രണ്ടാട്ട് കീറി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കീറിയെങ്കിൽ താഴേന്ന് മുകളിലോട്ടായിരുന്നേനെ. മുകളിൽ നിന്ന് താഴോട്ട് കീറിയപ്പോൾ അത് ആര് കീറി? ദൈവം കീറി. ചേർന്ന് പറ ഹല്ലേലൂയ. ദൈവം കീറിയിട്ട് പറയാണ്, ഇത്രയും നാൾ ഈ കർട്ടൻ്റെ അകത്തിരുന്നത് എനിക്ക് മതിയായി. എൻ്റെ പുത്രന്റെ രക്തം ഇതാ വീണു. ഈ രക്തത്താൽ ആര് കഴുകപ്പെടുന്നോ അവരുടെ അകത്ത് എനിക്കിനി കയറി ഇരിക്കാൻ സാധിക്കും. പഴയ നിയമത്തിൽ ഒരിക്കലും നമ്മൾ കാണാത്തൊരു വചനമാണ്, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. ഈ വചനം പഴയ നിയമത്തിൽ നിങ്ങൾക്ക് ഒരിടത്തും കാണാനായിട്ട് പറ്റില്ല. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അന്ന് ഏലിയായെ നോക്കിയോ, സ്നാപക യോഹന്നാനെ നോക്കിയോ, മോശയെ നോക്കിയോ, ജോഷുവായെ നോക്കിയോ ദൈവം പറഞ്ഞില്ല നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. പക്ഷേ കൊച്ചു സിസ്റ്ററെ നോക്കി ദൈവം പറയുന്നു, നീ ദൈവത്തിന്റെ ആലയമാണ് മോളെ. ചേർന്ന് പറ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മോളെ നീ പോലും സ്നാപക യോഹന്നാനേക്കാൾ വലുതാണ്. ചുറ്റി പറഞ്ഞ ഹല്ലേലൂയ. സ്നാപക യോഹന്നാനെ നോക്കി പറയാൻ പറ്റത്തില്ല നീ ദൈവത്തിന്റെ ആലയമാണ്. അന്ന് ജെറുസലേമാണ് ദൈവത്തിന്റെ ആലയം. പുതിയ നിയമത്തിൽ ദൈവം ആ കർട്ടൻ കീറി. നിങ്ങൾ മനസ്സിലാക്കണം, കേർട്ടൻ കീറിയ ദൈവം പുറത്തേക്ക് വന്നു. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് പെന്തക്കോസ്ത തിരുനാളിൽ നമ്മൾ കാണുന്നത്. കൊടുങ്കാറ്റ് പോലെ, തീനാളം പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് വസിക്കാൻ കൊതിച്ചുകൊണ്ട്, നമ്മളെ രൂപാന്തരപ്പെടുത്താൻ കൊതിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുന്ന മൂന്നാമത്തെ ഡിസ്പെൻസേഷൻ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. കൂടെ നടക്കുന്നതിൻ്റെ അപ്പുറത്തുനിന്ന് മൂന്നാമത്തെ ലെവലിലേക്ക്. ഇനി ഒരു ചോദ്യം, അകത്ത് വന്നിട്ടും എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടല്ലേ? എല്ലാവർക്കും ഉണ്ട്. ചാർജ് ചെയ്യാൻ എത്ര നേരം എടുക്കും? നിങ്ങൾ പേടിക്കരുത്, ഞാൻ ഉത്തരം ചോദിക്കാം കേട്ടോ. നിങ്ങൾ സ്നേഹമായിട്ട് പറയണം. ചാർജ് ചെയ്യാൻ എത്ര നേരം എടുക്കും? ഇപ്പോഴത്തെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ 1 മണിക്കൂർ മതിയോ? 2 മണിക്കൂർ കൂട്ടാ അല്ലേ? 1 മണിക്കൂർ, 2 hours. ഓക്കെ, 2 hours നമുക്കൊരു ആവറേജ് എടുക്കാം. 2 അല്ലെ 1 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ. ഒരു മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ എത്ര നേരം എടുക്കുന്നു? 1 മണിക്കൂറോ 2 മണിക്കൂറോ? മൊബൈൽ ഫോണിന്റെ വലിപ്പം എത്രയുണ്ട്? ഇത്രയുണ്ട്. ഇത്രയുള്ള മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ 2 മണിക്കൂർ. അപ്പൊ ഇത്രയുള്ള മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനോ? ഈ 5 അടി പൊക്കമുള്ള സാംസങ് അല്ല, 5 അടി പൊക്കമുള്ള ജോൺ, ആപ്പിൾ അല്ല, ജോൺ, ഈ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനോ? നിങ്ങളാകുന്ന മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ നിങ്ങൾ എത്ര നേരം എടുക്കുന്നുണ്ട്? നിങ്ങൾ എന്തെങ്കിലും ഇവിടുന്ന് പോകുമ്പോൾ ബാറ്ററി ചാർജ്, നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇവിടുന്ന് കാലിഫോർണിയയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ പോകാറുണ്ടോ? പോകത്തില്ല. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് അവിടെ നിൽക്കുന്ന ആളെ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നറിയാം. പ്രൈസ് ദി ലോർഡ്. ആന്റിന ഉണ്ട്, കണക്ഷൻ ഉണ്ട്, ഫോണുണ്ട്, മൊബൈലുണ്ട്, എല്ലാം ഉണ്ട്, അകത്ത് ബാറ്ററി ഉണ്ട്. പക്ഷെ ചാർജ് ഇല്ല എങ്കിൽ കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഫോൺ ചാർജ് ചെയ്യാൻ അറിയാം, എനിക്ക് ഫോൺ ചാർജ് ചെയ്യാൻ അറിയാം. എന്നെ ചാർജ് ചെയ്യാൻ ഞാൻ കുത്തിവെക്കാറില്ല. ചുറ്റി പറ മക്കളെ ഹല്ലേലൂയ. ചേർന്ന് പറ ഹല്ലേലൂയ. എന്നെ ചാർജ് ചെയ്യാൻ ഞാൻ കുത്തിവെക്കാറില്ല. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 5:18 പറയുന്നത്, ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ പൂരിതനാകുവിൻ. ഞാൻ എന്നെ ചാർജ് ചെയ്യണം. മക്കളെ, നമുക്ക് ബാറ്ററി തന്നിട്ടുണ്ട്, നമ്മൾ ചാർജ് ചെയ്യുന്നില്ല. ചുറ്റി പറ ഹല്ലേലൂയ. നിങ്ങൾ അമേരിക്ക വെച്ച് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അമേരിക്കയിലെ ഒരു കാര്യം ഞാൻ പറയാം. ഹെറോൾഡ് ഹിൽ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പെനിസിൽവേനിയയിൽ നിന്നും അദ്ദേഹം ന്യൂയോർക്കിലേക്ക് അദ്ദേഹം പറക്കുകയാണ്. അദ്ദേഹം വേറെ ഏതൊരു സ്റ്റേറ്റിലേക്ക്, ഫ്ലോറിഡയിലേക്കോ മറ്റോ അദ്ദേഹം പ്ലെയിനിൽ പോവുകയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്ലൈറ്റിൽ പൈലറ്റിന്റെ മുഖം കണ്ടിട്ടുണ്ടോ? ഫ്ലൈറ്റിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പൈലറ്റിന്റെ മുഖം നമുക്ക് ഒരിക്കലും ടി വിയിൽ കാണാൻ പറ്റത്തില്ല. മറ്റു പലതും ഒക്കെ എഴുതി കാണിക്കും, 2 മണിക്കൂറുണ്ട്, ടെമ്പറേച്ചർ -50 ഒക്കെ കാണിക്കും, 30,000 feet. പക്ഷെ പൈലറ്റിനെ കാണാൻ പറ്റുകയില്ല. പൈലറ്റിന്റെ മുഖം TV സ്ക്രീനിൽ കണ്ടാൽ ഒരർത്ഥമേ ഉള്ളൂ, പ്ലെയിൻ തകരാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പൈലറ്റിന്റെ മുഖം ടെലിവിഷൻ സ്ക്രീനിൽ എങ്ങാനും കാണിച്ചാൽ അതിന്റെ അർത്ഥം ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഫ്ലൈറ്റ് തീരാൻ പോകും. അത് പറയാൻ അദ്ദേഹം തന്നെ നേരിട്ട് അദ്ദേഹത്തിന്റെ ഫേസ് കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇദ്ദേഹം ഇരുന്ന് ഈ ഹെറോൾഡ് ഹിൽ എന്ന് പറയുന്ന ദൈവദാസൻ പ്രാർത്ഥിച്ചൊരുങ്ങി അദ്ദേഹം ഇവിടുത്തെ ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ പോവുകയാണ്. പെട്ടെന്ന് വിമാനത്തിന്റെ TV സ്ക്രീനിനകത്ത്
പൈലറ്റിന്റെ മുഖം തെളിഞ്ഞു വന്നു. അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹത്തിന് അറിയാം ഇത് കണ്ടാൽ കുഴപ്പമാണ്. പെട്ടെന്നൊരു ഒരു ഒരു അനൗൺസ്മെന്റ് വന്നു. പ്രിയപ്പെട്ട എൻ്റെ ഫ്രണ്ട്സ്, വളരെ സങ്കടകരമായ ഒരു വാർത്ത അറിയിക്കാൻ പോവുകയാണ്. നമ്മുടെ എഞ്ചിന്റെ ലാൻഡിംഗ് ഗിയർ തകരാറിലാണ്. അതുകൊണ്ട് നമ്മളെല്ലാം മരണത്തിനായിട്ട് ഒരുങ്ങിക്കൊള്ളുക. ഒരു ക്രാഷ് ലാൻഡിങ്ങിനല്ലാതെ മറ്റൊരു മാർഗവുമില്ല. വിമാനം തീപിടിച്ച് നമ്മളെല്ലാം കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മരണത്തിനായിട്ട് എല്ലാവരും ഒരുങ്ങിക്കൊള്ളുക. ഫ്ലൈറ്റിന്റെ അകത്ത് കൂട്ട നിലവിളിയായി. അപ്പോൾ ഹെറോൾഡ് ഹില്ല് ആ ചെയറിൽ ഇരുന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, നിന്നെ ഞാൻ ദർശനത്തിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ദർശനത്തിൽ നിന്നെ ഞാൻ നേരിട്ട് കാണാൻ പോകുന്നു. ഞാൻ എൻ്റെ ഭാര്യയോടും മക്കളോടും ഇതാ ടാറ്റ പറയുന്നു. അവരെ ഞാൻ നിത്യതയിൽ കാണാം. സാരമില്ല, അങ്ങയെ നേരിട്ട് കാണാൻ ഞാൻ ഒരുങ്ങുന്നു കർത്താവേ. അറിഞ്ഞു അറിയാതെയും ചെയ്ത പാപങ്ങൾ പൊറുക്കണം, ഞാൻ വരാൻ പോവുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ബാറ്ററി ചാർജ് ആയിരുന്നു. നമ്മളെപ്പോലെ empty ബാറ്ററി മാട്ട് നടക്കുന്ന ഒരാളല്ലായിരുന്നു അദ്ദേഹം. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന്റെ ബാറ്ററി ചാർജ് ആയിരുന്നത് കൊണ്ട് സ്വർഗം കൊടുത്ത SMS മെസ്സേജ് അദ്ദേഹത്തിന്റെ ടെലിഫോണിൽ പെട്ടെന്ന് വന്നു വീണു. ബാറ്ററി ചാർജ് ആയിരുന്നത് കൊണ്ട് സ്വർഗം അയച്ച SMS സ്വീകരിക്കാൻ സാധിച്ചു. ബാറ്ററി ചാർജ് അല്ലായിരുന്നുവെങ്കിൽ സ്വർഗം കൊടുത്ത SMS അദ്ദേഹത്തിന് കാണാൻ പറ്റില്ലായിരുന്നു. നമുക്കൊക്കെ പറ്റണ അബദ്ധവും അത് തന്നെയാ. ഉച്ചത്തി പറ ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ബാറ്ററി ഫുൾ ചാർജ് ആയിരുന്നത് കൊണ്ട് സ്വർഗം കൊടുത്ത SMS പെട്ടെന്ന് അദ്ദേഹത്തിന് കിട്ടി. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ടു, ഹെറോൾഡ് ഹിൽ, ഡു നോട്ട് ആക്ട് ലൈക്ക് എ ഫൂൾ. ഒരു വിഡ്ഢിയെ പോലെ ഈ ഫ്ലൈറ്റിന്റെ അകത്ത് പെരുമാറരുത്. അദ്ദേഹം ചോദിച്ചു, കർത്താവേ, വാട്ട് ഷാൽ ഐ ഡു? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്ലൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അപ്പോൺ ദിസ് ഫ്ലൈറ്റ്. ഈ ഫ്ലൈറ്റിന്റെ പുറത്ത് മുഴുവൻ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തം. നീ പ്രസംഗിക്കുന്ന വിഷയം, യേശുവിന്റെ രക്തം നീ പ്രസംഗിക്കുന്നില്ലേ, അതെടുത്ത് തളിക്കുക. 150 യാത്രക്കാരെ ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. യു ആർ ദ ഓൺലി വൺ ചൈൽഡ് ഓഫ് ഗാഡ്, anointed by the Holy Spirit. You are the only one person who can shake heaven with the mighty power of prayer. ചേർന്ന് പറഞ്ഞ മക്കളെ, ഹല്ലേലൂയ. നിനക്ക് മാത്രമേ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ബാഗ് എല്ലാം മാറ്റി വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഓ ദ ബ്ലഡ് ഓഫ് ജീസസ്. 150 യാത്രക്കാരെ ഞാൻ പൊതിയുന്നു, വിമാനത്തെ ഞാൻ പൊതിയുന്നു. കർത്താവിന്റെ രക്തം, യേശുവിന്റെ രക്തം, ഓ ദ ബ്ലഡ് ഓഫ് ജീസസ്. അദ്ദേഹം ബ്ലഡ് ഓഫ് ജീസസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു 8-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും പൈലറ്റിന്റെ മുഖം ടെലിവിഷൻ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. ഇപ്രാവശ്യം അദ്ദേഹം ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഫ്രണ്ട്സ്, എന്താണ് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. ഇതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇദ്ദേഹം ബ്ലഡ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു ദർശനം കാണുകയാണ്. ദർശനം എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ണ് തുറന്നിരിക്കുമ്പോൾ കാണുന്നതിന്റെ പേരാണ് ദർശനം. കണ്ണ് അടച്ചിരിക്കുമ്പോൾ കാണുന്നതിന്റെ പേരാണ് സ്വപ്നം. ഇത്രയും സിമ്പിൾ ആയിട്ട് പറയാം. ഉച്ചത്തിൽ പറയാം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്ന ഭാഷ പറയാം. കണ്ണടച്ച് ഉറങ്ങുമ്പോൾ കാണുന്നതിന്റെ പേരാണ് സ്വപ്നം. കണ്ണ് തുറന്നിരിക്കുമ്പോൾ നമ്മൾ കാണുന്നതിന്റെ പേരാണ് ദർശനം. അത്ര ഇപ്പൊ ജസ്റ്റ് ഓർക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തി ഈശോയെ സ്തുതിച്ചേ, ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ഏറ്റെടുത്ത് സ്തുതിച്ചേ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാ. അല്പം കൂടെ നന്നായിട്ട് മക്കളെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവേ, 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 സ്നേഹത്തിന്റെ ആത്മാവേ ഞങ്ങൾ നിറയണമേ. ഹല്ലേലൂയ. അപ്പൊ ബ്ലഡ് ഓഫ് ജീസസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം കാണുന്ന ദർശനം ഇതാണ്. ഒരു വെള്ളപ്രാവ് മേഘങ്ങൾക്കിടയിലൂടെ പറന്നു വരുന്നു. അതിന്റെ കൊക്കിൽ ഒരു ചെറിയ കെറ്റിൽ പിടിച്ചിരിക്കുന്നു. അത് താഴേക്ക് പറന്നു വന്ന് ഈ വിമാനത്തിന്റെ എഞ്ചിന്റെ അകത്തേക്ക് കയറുന്നു. എന്നിട്ട് അതിന്റെ കൊക്ക് കൊണ്ട് എന്തോ ഇങ്ങനെ കൊക്ക് കൊണ്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ കെറ്റിൽ ചരിച്ച് എന്തോ ഒഴിക്കുന്നു. അതിനുശേഷം അതിന്റെ മൂടി അടയ്ക്കുന്നു. പറന്ന് കെറ്റിലുമായിട്ട് തിരിച്ചു പോകുന്നു. ഇത്രയുമാണ് ഹെറോൾഡ് ഹില്ല് കണ്ടത്. അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല. പക്ഷെ 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൈലറ്റ് ഇതിന്റെ അകത്തൂടെ വിളിച്ചു പറയുകയാണ്, ഞാൻ ക്രാഷ് ലാൻഡിങ്ങിന് പോകുന്നതിന് മുമ്പേ ഒരിക്കൽ കൂടി ഒരു സാധാരണ ലാൻഡിങ്ങിന് ശ്രമിച്ചു നോക്കി. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറഞ്ഞു, ഒരു മിറക്കിൾ സംഭവിച്ചിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നേരത്തെ ലാൻഡിംഗ് ഗിയർ പ്രവർത്തിക്കുന്നില്ലായിരുന്നു. സിലിണ്ടറിന്റെ അകത്തെ ഓയിൽ പൂർണ്ണമായിട്ടും വറ്റിപ്പോയിരുന്നു. സിലിണ്ടറിൽ ഒരു ഹോൾ ഉണ്ടായിരുന്നു. ആ ഹോളിലൂടെയാണ് ഓയിലെല്ലാം നഷ്ടപ്പെട്ടു പോയത്. ഇപ്പോൾ ഞാൻ ലാൻഡിങ്ങിന് നോക്കുമ്പോൾ ആ ഹോൾ അടഞ്ഞിരിക്കുന്നു. മാത്രമല്ല ആ സിലിണ്ടറിന്റെ 80% ഓയിൽ നിറഞ്ഞിരിക്കുന്നു. എവിടെ നിന്ന് ഓയിൽ വന്നെന്ന് അറിയത്തില്ല, എങ്ങനെയാണ് ദ്വാരമടഞ്ഞെന്ന് അറിയത്തില്ല. ഇതിനെ എനിക്ക് വിവരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഒരു സേഫ് ലാൻഡിങ്ങിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും സീറ്റ് ബെൽറ്റ് മുറക്കുക. നമ്മൾ സുരക്ഷിതരായി വിമാനത്താവളത്തിലേക്ക് ഇറങ്ങുകയാണ്. കരമടിച്ച് പൊന്ന് കർത്താവിന്, നമ്മുടെ പൊന്ന് കർത്താവിന്, നമ്മുടെ പൊന്ന് കർത്താവിന്. നമ്മളെല്ലാം ഫ്ലൈറ്റിൽ പോകുന്നവരല്ലേ? നമ്മുടെ പൊന്ന് കർത്താവിന്. ഓ ദ ബ്ലഡ് ഓഫ് ജീസസ്.
നമ്മുടെ ബാറ്ററികൾ ചാർജ് ആയിരിക്കട്ടെ മക്കളെ. നമ്മുടെ ബാറ്ററികൾ ചാർജ് ആയിരുന്നാൽ SMS മെസ്സേജുകൾ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. താങ്ക് യു ബ്രദർ. നമ്മുടെ ബാറ്ററികൾ ചാർജ് ആയിരുന്നാൽ മാത്രമേ സ്വർഗമയക്കുന്ന SMS മെസ്സേജുകൾ നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവോ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ലോക നേതാവായിരുന്നു മിഖായിൽ ഗോർബച്ചോവ്. അദ്ദേഹത്തെ ഒരിക്കലും വിശ്വാസിയാക്കാൻ പറ്റുമെന്ന് ലോകത്തിലുള്ള ഒരുത്തനും ചിന്തിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്പർ 1 കമ്മ്യൂണിസ്റ്റ് നിരീശ്വരവാദിയാണ്. പക്ഷെ ഒരു ദിവസം ജോൺ പോൾ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചാപ്പലിൽ ഇരുന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ജോൺ പോൾ മാർപ്പാപ്പ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോൺ പോൾ മാർപ്പാപ്പ കുർബാന സമയത്ത് ബാറ്ററി ചാർജ് ആയി. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ഒരു മണിക്കൂർ ഈശോടത്ത് ഒറ്റയ്ക്കിരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ്. അദ്ദേഹം കർത്താവിന്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു SMS മെസ്സേജ് അദ്ദേഹത്തിന് കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഇതാണ്, നീയാണ് മിഖായിൽ ഗോർബച്ചോവിനെ എന്റെ മകനാക്കാനുള്ള ഉപകരണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. You are the instrument called by God to touch Mikhail Gorbachev. മിഖായിൽ ഗോർബച്ചോവിനെ തൊടാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം കുറച്ചു നേരം അവിടെ ഇരുന്ന ഇൻസ്പിറേഷൻ അദ്ദേഹം കൃത്യമായിട്ട് പിടിച്ചെടുത്തു. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, അദ്ദേഹം മിഖായിൽ ഗോർബച്ചോവിനെ കോൺടാക്ട് ചെയ്തു. ഒന്ന് വത്തിക്കാൻ വിസിറ്റ് ചെയ്യാൻ ഒഫീഷ്യലായിട്ട് വിളിക്കുകയാണ്. അങ്ങനെ മിഖായിൽ ഗോർബച്ചോവ് ഒഫീഷ്യലായിട്ട് വത്തിക്കാനിൽ വരുന്നു. പറയുന്നത് ഇങ്ങനെയാണ്, അന്നേരം പ്രത്യേകിച്ച് ആർക്കും ഒന്നും തോന്നിയില്ല. വന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, ജോൺ പോൾ മാർപ്പാപ്പ ആരെ കണ്ടാലും ഈ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയും കിസ് കൊടുക്കുകയും ചെയ്യും, ഒരു ഉമ്മ കൊടുക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, കെട്ടിപ്പിടിക്കും, സ്നേഹത്തിന്റെ ഒരു ചുംബനം കൊടുക്കും. അപ്പൊ മിഖായിൽ ഗോർബച്ചോവിനെയും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, കെട്ടിപ്പിടിച്ചൊരു ചുംബനം കൊടുത്തു. എന്നിട്ട് ഒരു 10-40 മിനിറ്റ് അവിടെ സംസാരിച്ചു. അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഗോർബച്ചോവ് അതിനെപ്പറ്റി പിന്നീട് എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: ജോൺ പോൾ മാർപ്പാപ്പ എൻ്റെ കൈകളിൽ ഷെയ്ക്ക് ഹാൻഡ് തന്നപ്പോൾ സ്നേഹത്തിന്റെ കറന്റ് 1000 വോട്ടിന്റെ കറന്റ് പോലെ എന്തോ ദൈവസ്നേഹത്തിന്റെ ഒരു വലിയ പ്രവാഹം, ഒരു വെള്ളച്ചാട്ടം പോലെ എൻ്റെ ഉള്ളിലേക്ക് ഇരഞ്ഞു വന്ന് എൻ്റെ ഹൃദയം കുപ്പിച്ചില്ല് പൊടിയുന്നത് പോലെ സ്നേഹത്താൽ പൊടിഞ്ഞു പോകുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. അദ്ദേഹം എനിക്ക് സ്നേഹത്തോടെ ഒരു ചുംബനം തന്നപ്പോൾ ഒരു മൂത്ത ജ്യേഷ്ഠൻ എന്നെ സ്നേഹത്തോടെ ചുംബിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. തിരിച്ച് റഷ്യ വരെയുള്ള എൻ്റെ ഫ്ലൈറ്റ് യാത്രയിൽ ഞാൻ പലപ്പോഴും ആരും കാണാതെ കരഞ്ഞു. കമ്മ്യൂണിസ്റ്റ് നേതാവായ ഉരുക്കു കോട്ടയായ ഞാൻ ആരും അറിയാതെ പലപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നു. ദൈവമക്കളെ, അദ്ദേഹം റഷ്യയിൽ എത്തുന്നതിന് മുമ്പ് ഒരു തീരുമാനമെടുത്തു. സഭയിൽ വരണം, മാമോദീസ സ്വീകരിക്കണം, യേശുക്രിസ്തുവിന്റെ ശരീരം ഉൾക്കൊള്ളണം. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അകത്തുനിന്ന് ലോകത്തിലെ 1-ാം നമ്പർ നേതാവ് മാമോദീസ സ്വീകരിക്കുകയും യേശുവിനെ ഉൾക്കൊള്ളുകയും ചെയ്തു. കരമടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. കരമടിച്ച്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? നമ്മുടെ അകത്ത് ദൈവം തന്നിരിക്കുന്ന ബാറ്ററി, നമ്മുടെ അകത്ത് ദൈവം തന്നിരിക്കുന്ന ആത്മാവിന്റെ ബാറ്ററിയെ നമ്മൾ ചാർജ് ചെയ്യണം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഫുൾ ചാർജ് ബാറ്ററി. ദൈവം നമ്മളെ വിളിക്കുകയാണ്. 3rd ഡിസ്പെൻസേഷൻ, ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. അവസാനത്തെ ഡിസ്പെൻസേഷൻ, നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പരിശുദ്ധാത്മാവ്. ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറയുന്നു, അതിനുശേഷം പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല, ഡൽഹിയിൽ ഏറ്റവും പ്രശസ്തനായ ഒരു ഡോക്ടറാണ്, ഒരു സിഖുകാരനായ ഡോക്ടറാണ് ഡോക്ടർ ബൽവീന്ദർ സിംഗ്. MBBS MD ആണ് അദ്ദേഹം. ഭയങ്കര ഈ മന്ത്രിമാരൊക്കെ പോയി കാണുന്ന ഒരു ഫിസിഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അദ്ദേഹം ഈ അടുത്ത നാളിൽ ആൾക്കാരെ ഞെട്ടിച്ചു. അദ്ദേഹം അടുത്ത് വരുന്നവരോട് ചോദിച്ചു, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പം സിഖ് തൊപ്പിയൊക്കെ വെച്ചിരിക്കുകയാണ്. ആൾക്കാർ പറഞ്ഞു, ഡോക്ടർ പ്രാർത്ഥിച്ചോ, വലിയ ഡോക്ടറല്ലേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറത്ത് ബി ഹീൽഡ്. ഡോക്ടർ ബൽവീന്ദർ സിംഗ്, എന്താ സംഭവം? പ്രൈസ് ദി ലോർഡ്. സംഭവം ചോദിച്ചറിഞ്ഞപ്പോഴാണ്, ധ്യാനമൊന്നും കൂടിയിട്ടില്ല, സാറാമ്മ എന്ന് പേരുള്ള ഒരു മലയാളി സിസ്റ്റർ തിരുവല്ലെന്നെങ്ങാണ്ട് ഡൽഹിയിൽ ജോലിക്ക് ചെന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി കേട്ടോണം നടന്നത്. സിസ്റ്റർ യേശുവിനെ പറ്റി പറയാൻ, ബൽവീന്ദർ സിംഗ് വലിയ ഡോക്ടറാണ്, പറയാൻ പേടിയാ. പക്ഷേ സിസ്റ്റർ രാവിലെ ഇങ്ങോട്ട് വരും, ഗുഡ് മോർണിംഗ് ഡോക്ടർ, ഗുഡ് മോർണിംഗ് സിസ്റ്റർ, ഇത്രേ ഉള്ളൂ. പിന്നെ ബാക്കി കാര്യങ്ങളാ. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബൽവീന്ദർ സിംഗ് ഡോക്ടർ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്റർ, ഇവിടെ ഒരുപാട് നേഴ്സുമാർ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. സിസ്റ്റർ ചോദിച്ചു, ആട്ടെ എന്താ ഡോക്ടർ? സിസ്റ്റർ എൻ്റെ അടുത്ത് വരുമ്പോഴെല്ലാം സമാധാനത്തിൻ്റെ ഒരു കാറ്റ് എൻ്റെ പുറത്ത് വരുന്നത് പോലെ ഒരനുഭവം. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ നിന്ന് രാവിലെ ഒരുപാട് വിഷമിച്ച് ഭാര്യയുമായിട്ടൊരു പ്രോബ്ലത്തിലാണ് വന്നിരുന്നത്. പേഷ്യൻസിനെ നോക്കാൻ പറ്റുമെന്ന്. സിസ്റ്റർ അടുത്ത് വന്നപ്പോൾ ഒരു സമാധാനം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അതെനിക്ക് അനുഭവിക്കാൻ പറ്റുന്നു. ഇത് കഴിഞ്ഞ
ഒരാഴ്ചയിലധികമായിട്ട് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. വേറെ ഒരു സിസ്റ്റർ അടുത്ത് വരുമ്പോഴും ഇല്ലാത്ത ഈ സമാധാനം എന്താണ് എനിക്ക് അനുഭവിക്കാൻ കാരണം? സിസ്റ്ററിന്റെ കണ്ണീന്ന് അറിയാതെ കണ്ണുനീർത്തുള്ളികൾ വന്നു. പതുക്കെ തുടച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ ക്ഷമിക്കണം, ഡോക്ടർ പറഞ്ഞതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റുകയില്ല. ജീസസ് ഈസ് ഓവർഫ്ലോയിങ് ഫ്രം മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിൽ നിന്നും യേശു നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്, നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്, നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. അവൻ സമാധാനത്തിന്റെ രാജാവെന്നാണ് അറിയപ്പെടുന്നത്. ഡോക്ടർക്ക് സമാധാനം കിട്ടിയെങ്കിൽ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന യേശു പുറത്തേക്ക് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതാണ്. ഡോക്ടർ ആ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ എനിക്ക് യേശുവിനെ വേണം. ചേർത്ത് പറ മക്കളെ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ഡൽഹിയിലെ പ്രശസ്തനായ ഡോക്ടർ ബൽവീന്ദർ സിംഗ് യേശു ക്രിസ്തുവിന്റെ മകനായി മാറി. എങ്ങനെ? നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന അഭിഷേകവുമായി ഒരു സിസ്റ്റർ അവിടെ ജോലിക്ക് ചെന്നു. ഈശോയെ പറ്റി വാ തുറന്നൊരു വാക്ക് പറയുന്നതിന് മുമ്പേ സമാധാന പ്രഭുവായ കർത്താവിന്റെ സാന്നിധ്യം ബൽവീന്ദർ സിംഗ് എന്ന ഡോക്ടറിനെ വലച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഇന്ന് രോഗികൾക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനിയായ ഡോക്ടറാണ്. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. നമ്മളിത് കഴിഞ്ഞ് നാളെ നമ്മളെല്ലാം ഉച്ചയ്ക്ക് പോകും. നിങ്ങൾ ഓർക്കണം, നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന അഭിഷേകവുമായിട്ടാണ് നമ്മൾ ആശുപത്രിയിലേക്കും ജോലി സ്ഥലത്തേക്കും പോകാൻ പോകുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ ചെല്ലുന്നവർക്കെല്ലാം ഈ സ്പിരിറ്റ് ഫീൽ ചെയ്യാൻ പറ്റണം. ഇത് കഴിഞ്ഞ് ചെല്ലുമ്പം മക്കള് വരും, മമ്മി എന്ന് പറഞ്ഞു വരുമ്പോൾ അവർക്ക് കിട്ടണം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പരിശുദ്ധാത്മ സ്നേഹനദി. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ